എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ട്രേഡ് ആൻഡ് ടൂൾസിനെ പറ്റിയിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ്. ഒന്നാമത്തെ ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് തന്നെയാണ്. എന്താണ് ടൂൾസ് നെസസറി ഫോർ ഇലക്ട്രീഷ്യൻ്റെ ആവശ്യമായ ടൂളുകൾ, അതിൻ്റെ യൂസ്, ഓരോ ഈച്ച് ടൂൾസിൻ്റെ സ്പെസിഫൈ ചെയ്യുക, അതിൻ്റെ യൂസ് പറയുക. ഇന്നത്തെ ഒന്നാമത്തത് ട്രൈ സ്ക്വയർ ആണ്. ട്രൈ സ്ക്വയർ പിന്നെ ആശാരിമാരുടെ അടുത്ത് കണ്ടൊരു സാധനമായിരിക്കും. 2 സ്ട്രൈറ്റ് ബ്ലേഡ്സ് സെറ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ കോൺസ്റ്റിറ്റ്യൂട്ട് ദി ട്രൈ സ്ക്വയർ. പിന്നെ ട്രൈ സ്ക്വയർ ഉണ്ടാക്കുന്നത് 2 സ്ട്രൈറ്റ് ബ്ലേഡുകൾ റൈറ്റ് ആംഗിളായിട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്നിനെ സ്റ്റോക്ക് എന്നും മറ്റേനെ ബ്ലേഡ് എന്നും നമ്മൾ പേര് പറയാം. സ്റ്റോക്ക്, ബ്ലേഡ്. ഇത് 90 ഡിഗ്രിയിലായിരിക്കും അത് വെച്ചിട്ടുണ്ടാകുക. ഇതിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യൽ ബ്ലേഡിൻ്റെ ലെങ്ത്തിനനുസരിച്ചാണ്. ഈ ബ്ലേഡിൻ്റെ രണ്ടിൻ്റെയും ഇതിപ്പോൾ 50 mm × 35 mm. 35 ഇത് 50. എങ്ങനെയാണോ ബ്ലേഡിൻ്റെ ലെങ്ത്തിനനുസരിച്ചാണ് സൈസ് സ്പെസിഫൈ ചെയ്യുക. 2 ടൈപ്പ് ട്രൈ സ്ക്വയർ ഉണ്ട്. ഒന്ന് ബിവൽ എഡ്ജ് വിത്ത് സ്റ്റോക്ക്. ഇവിടെ ചെരിഞ്ഞ എഡ്ജുള്ള എഡ്ജും വിത്ത് സ്റ്റോക്കും ഇവിടെ ഇതിന് ചെരിഞ്ഞ മറ്റേ ഫ്ലാറ്റ് എഡ്ജ് വിത്ത് സ്റ്റോക്ക്, ഫ്ലാറ്റ് എഡ്ജുള്ള പിന്നെ സ്റ്റോക്കും. ഇങ്ങനെ 2 തരത്തിൽ നമുക്ക് കിട്ടും. സ്റ്റീൽ ബ്ലേഡ് റിവറ്റഡ് ടു ദി സ്റ്റോക്ക്. ഈ സ്റ്റീൽ ബ്ലേഡ് ഇത് പിന്നെ സ്റ്റോക്കുമായിട്ട് റിവറ്റ് ചെയ്തായിരിക്കും. സ്റ്റോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് അയൺ കൊണ്ടാണ് സ്റ്റോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ഒരു ഒബ്ജക്റ്റിന് പ്ലെയിൻ, പിന്നെ അതിൻ്റെ ലെവൽ നോക്കാൻ, പ്ലെയിൻ ആണോ എന്ന് നോക്കാൻ, പിന്നെ പെർപെൻഡിക്കുലർ നല്ല കുത്തനെ ലംബമായിട്ടാണോ എന്നുള്ളത് നോക്കാൻ, പിന്നെ റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ആണോ എന്നുള്ളത് നോക്കാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ട്രൈ സ്ക്വയർ ഉപയോഗിക്കുന്നത് പിന്നെ പ്ലെയിന് കറക്റ്റ് പിന്നെ നേരെയാണോ എന്നുള്ളത്, സ്ട്രൈറ്റ് ആണോ എന്നുള്ളത് നോക്കാൻ, പിന്നെ പെർപെൻഡിക്കുലർ വിലങ്ങനെ കുത്തനെ എന്നുള്ള ലംബമായിട്ടാണോ എന്നുള്ളത് നോക്കാൻ, പിന്നെ റൈറ്റ് ആംഗിൾ ആണോ എന്നുള്ളത് നോക്കാൻ. ഇതിൻ്റെ ആക്യുറസി ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതിൻ്റെ ആക്യുറസി അബൌട്ട് 0.002 mm per 10 mm ലെങ്ത്ത്. 10 mm ലെങ്ത്തിൽ അതിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ 0.002 mm. അത്രയും ആക്യുറസി ഉള്ളൊരു സാധനമാണ് ട്രൈ സ്ക്വയർ. അടുത്ത ഫെർമർ ചിസലാണ്. ഫെർമർ ചിസൽ നമ്മൾ എപ്പോഴും കാണുന്നൊരു സാധനമാണ്. എന്താണ് ആശാരിമാരുടെ അടുത്ത് ഉണ്ടാകുന്നത്. ഇത് ജനറൽ കാർപ്പൻട്രി വർക്കിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ജനറൽ ചിസലിംഗ് വർക്കിന്, പിന്നെ ഉളി എന്ന് പറയുന്നതാണ് ചിസൽ. അപ്പോൾ ജനറലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പിന്നെ ഉളി അല്ലെങ്കിൽ ചിസലാണിത്. ഇതിന് എന്താണ് വുഡൻ ഹാൻഡിലാണ് ഉണ്ടാവുക. പിന്നെ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് ബ്ലേഡ് നിർമ്മിച്ചത്. 150 mm ലെങ്ത്താണ് ബ്ലേഡിന് നീളമുണ്ടാവുക. ഇതിൻ്റെ സൈസ് ബ്ലേഡിൻ്റെ വിഡ്ത്ത്. ഇതിൻ്റെ സൈസ് നമ്മൾ പറയണത് ബ്ലേഡിൻ്റെ വിഡ്ത്തിനനുസരിച്ചാണ് സൈസ് പറയണത്. അല്ലെങ്കിൽ എന്താണ് കട്ടിങ് എഡ്ജ് രണ്ടും സെയിം ആയിരിക്കും. കട്ടിങ് എഡ്ജിൻ്റെ വിഡ്ത്തോ അല്ലെങ്കിൽ ബ്ലേഡിൻ്റെ വിഡ്ത്തോ ഏതിൻ്റെ ആയാലും ബ്ലേഡിൻ്റെ വിഡ്ത്തിനനുസരിച്ചാണ് ഇതിൻ്റെ സൈസ് നമ്മൾ പറയണത്. 6 mm, 12 mm, 18 mm, 25 mm. പിന്നെ ചിസൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്ലേഡിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ കട്ടിങ് എഡ്ജിൻ്റെ വിഡ്ത്ത് എന്തായിരിക്കും? 25 mm ആയിരിക്കും. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു ജനറൽ വർക്കിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ജനറൽ ചിസലിംഗ് വർക്കിന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ചിപ്പിങ് ചെത്താൻ, പിന്നെ സ്ക്രാപ്പിങ്, പിന്നെ ഗ്രൂവിങ് തൊള്ളുണ്ടാക്കാൻ, അതേപോലെ ചുരണ്ടാൻ, സ്ക്രാപ്പ് ചെയ്യാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഫെർമർ ചിസൽ ഉപയോഗിക്കുന്നത്. ഇനി ഹാൻഡ് സോ നമ്മൾ എപ്പോഴും കാണുന്നതാണ് അല്ലേ. കട്ടിങ് തിക്ക് വുഡ് കട്ട് ചെയ്യാനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. തിക്ക് വുഡിന് കട്ടി കൂടിയ വുഡ് കട്ട് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഹാൻഡ് സോ ഉപയോഗിക്കുന്നത്. സൈസ് നമ്മൾ പറയണത് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബ്ലേഡിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഹാൻഡ് സോൻ്റെ സൈസ് പറയണത്. പിന്നെ ഇതിൻ്റെ ടീത്ത് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേര് സോ സെറ്റർ എന്നാണ്. ടീത്ത് സെറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന
എന്താണ് TPI, ടീത്ത് പെർ ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് വെക്കണം. TPI അതിൻ്റെ ഫുൾ ഫോം ടീത്ത് പെർ ഇഞ്ച്. ഒരു ഇഞ്ചിൽ എത്ര ടീത്ത് ഉണ്ടാവും എന്നുള്ളതനുസരിച്ചാണ് ഇതിൻ്റെ പിന്നെ ഓരോ സോക്കും, ഹാൻഡ് സോ, ടെനൻ സോ, അങ്ങനെ കുറേ സോകളുണ്ട്. ഓരോ ഇഞ്ചിനും എത്ര ടീത്ത് ഉണ്ടാവും എന്നുള്ളതിന് ഓരോ കണക്കുണ്ട്. അപ്പോൾ അതിന് എന്താണ് ടീത്ത് പെർ ഇഞ്ച് എന്നാണ് പറയുക, TPI. അതൊന്ന് ഓർത്ത് വെക്കണം. എന്താണ് പിന്നെ ടീത്ത് സെറ്റ് ചെയ്യുക. ടീത്ത് എന്താണ് നമ്മൾ പിന്നെ ഇത് ഒരു ടീത്ത് ഒരു ഭാഗത്തേക്കും മറ്റേ ടീത്ത് വേറൊരു ഭാഗത്തേക്കും ആണ് രീതിയിലാണെങ്കിൽ ഇത് കട്ടിങ് നടക്കുള്ളൂ. അപ്പോൾ ആ ടീത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് സോ സെറ്റർ. സോ സെറ്റർ എന്നാണ് അതിന് പറയുക. പിന്നെ ഇതിൻ്റെ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്പ്രിങ് സ്റ്റീൽ കൊണ്ടാണ്. ഇതിൻ്റെ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്പ്രിങ് സ്റ്റീൽ കൊണ്ടാണ് ഇതിൻ്റെ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത ടെനൻ സോ. ടെനൻ സോ എന്താണ് കട്ടിങ് തിൻ വുഡ് ആക്സസറീസ്. തിക്ക് വുഡ് കട്ട് ചെയ്യാനും വേണ്ടി നമ്മൾ ഹാൻഡ് സോ പറഞ്ഞു. ഇത് തിൻ വുഡ് കട്ട് ചെയ്യാനും വേണ്ടിയാണ്. ഇതിൻ്റെ ലെങ്ത്ത് സാധാരണയിൽ 250 to 300 mm. അതുപോലെ തന്നെ ടീത്ത് പെർ 24.5 mm. ഒരു 24.5 mm ഉള്ളിൽ എന്താണ് 8 to 12 ടീത്താണ് സാധാരണ ഉണ്ടാവുക. ഇതിൻ്റെ ബ്ലേഡ് ലെങ്ത്ത് 10 cm ആണ് സാധാരണയിൽ. ബ്ലേഡ് ലെങ്ത്ത് ടെനൻ സോൻ്റെ ബ്ലേഡ് ലെങ്ത്ത് 10 cm ആണ് ഉണ്ടാവുക. ഇത് ഉപയോഗിക്കുന്നത് കട്ടിങ് തിൻ വുഡ് ആക്സസറീസ്, കട്ടി കുറഞ്ഞ പിന്നെ മരത്തിൻ്റെ ആക്സസറീസുകൾ കട്ട് ചെയ്യാനാണ് ടെനൻ സോ ഉപയോഗിക്കുന്നത്. ഇനി ഹാക്സോ നമുക്കറിയാം. ഹാക്സോ എന്ന് ഉപയോഗിക്കുന്നത് കട്ടിങ് സ്മാൾ പീസ് ഓഫ് മെറ്റലിൻ്റെ ചെറിയ പീസുകൾ കട്ട് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഫ്രെയിം അഡ്ജസ്റ്റബിളും കിട്ടും, അല്ലാത്തതും കിട്ടും. അഡ്ജസ്റ്റബിൾ ആയതിൽ 250 mm 300 mm അഡ്ജസ്റ്റബിൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഹാൻഡിൽ, പിന്നെ ഫ്രെയിം, ഇത് ഇവിടെ നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമുക്കറിയാം. ഇതിൻ്റെ ബ്ലേഡ് ഇവിടെ കൊടുക്കലാണ്. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനം, അഡ്ജസ്റ്റബിൾ ആണ്. ഇനി ഇതിൻ്റെ ബ്ലേഡ് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്ലേഡ് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് പറയുന്നത്, ബ്ലേഡ് ഷുഡ് ബി ഫിക്സ്ഡ് ഓൺ ദി ഫ്രെയിം വിത്തിൻ ഇറ്റ്സ് ടീത്ത് പോയിന്റ്. ഇതിൻ്റെ ടീത്ത് അല്ലേ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടായിരിക്കും ടീത്ത് ഉണ്ടാവുക. അത് മുൻഭാഗത്തേക്ക് വരുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന ഹാൻഡിൽ നിന്നും എവേ ഫ്രം ദി ഹാൻഡിൽ നിന്നും മുൻഭാഗത്തേക്ക് പോകുന്ന രീതിയിലായിരിക്കണം ടീത്ത് പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ടീത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പല്ലിൻ്റെ ഭാഗം പല്ലെന്ത് ചെയ്യണം മുൻഭാഗത്തേക്ക് ഇങ്ങനെ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഫിറ്റ് ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ചാൽ കട്ടിങ് ഇൻ ഫോർവേഡ് സ്ട്രോക്ക്, മുന്നോട്ടാവുമ്പോഴാണ് കട്ടിങ് വരേണ്ടത്. മുന്നോട്ട് നമ്മൾ ഉന്തുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കട്ടിങ് വരേണ്ടത്. പിന്നെ ബാക്കോട്ട് വലിക്കുമ്പോൾ ഈസി ആയിട്ട് പോരണം. പിന്നെ മുന്നോട്ട് വലിക്കുമ്പോൾ എന്ത് ചെയ്യണം പിന്നെ കട്ട് ചെയ്യണം. ആ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ബ്ലേഡ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ടീത്ത് മുമ്പോട്ട് പിന്നെ തള്ളുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഫിറ്റ് ചെയ്യേണ്ടത്. അതിടയ്ക്ക് ചോദിക്കുന്നതാണ് എങ്ങനെയാണത് ഫിറ്റ് ചെയ്യണമെന്നുള്ളത് ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ലോ അലോയ് സ്റ്റീൽ ഓർ ഹൈ സ്പീഡ് സ്റ്റീൽ. ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഹാക്സോ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ലോ അലോയ് സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടോ ആണ്. അടുത്ത ബെഞ്ച് വൈസ് ആണ്. ബെഞ്ച് വൈസ് ഉപയോഗിക്കുന്നത് ഹോൾഡിംഗ് വർക്ക് പീസ് പിടിച്ചു വെക്കാനും വേണ്ടി, നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കാനും വേണ്ടി. ഹോൾഡിംഗ് വർക്ക് ഫോർ ഫയലിംഗ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ത്രെഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹാൻഡ് ഓപ്പറേഷൻ കൈകൊണ്ട് ചെയ്യുന്ന വർക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, അത് 2 കൈ കൊണ്ട് ചെയ്യണമെങ്കിൽ അത് എവിടെയെങ്കിലും അത് പിടിപ്പിച്ച് വെക്കണമല്ലോ. അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് ബെഞ്ച് വൈസിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് അയണോ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് നമ്മൾ മെഷർ ചെയ്യണത് വിഡ്ത്ത് ഓഫ് ദി ജോ എന്ന് പറയുന്ന സാധനം ആണ്. ഇതിൻ്റെ വിഡ്ത്ത്, ഈ ജോൻ്റെ വിഡ്ത്തിനനുസരിച്ചാണ്. ഇത് 100 mm എത്ര mm ആണെന്നുള്ളത്, പിന്നെ 100 mm ആണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത്ത് 100 mm ആയിരിക്കും. ഇവിടെ വിഡ്ത്ത് ഓഫ് ദി ജോ എന്ന് എഴുതി വെച്ചത്. ഇതിൻ്റെ ഈ ജോൻ്റെ വിഡ്ത്ത് 100 mm ആണെങ്കിൽ അതിനാണ് 100. ഇനി 25 ആണ് ഇതിൻ്റെ വിഡ്ത്ത് 25 mm ആയിരിക്കും. ഇതിൽ ഓരോന്ന് നോക്കുക. പിന്നെ ഒന്നാമത്തത് ഫിക്സഡ് ജോ, ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെ കറക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് മൂവിങ് ജോ ആണിത്, മൂവബിൾ ജോ ആണിത്. കറക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പീസ് എത്ര വീതി ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പിന്നെ ഇത് സൈസ് മാറ്റാൻ പറ്റും. പിന്നെ എന്താണ് മൂന്നാമത്തത് ഹാർഡ് ജോ, ഇവിടെ ഫിറ്റ് ചെയ്ത ചെറിയൊരു സാധനം ഉണ്ടാവും, അതിന് ഹാർഡ് ജോ എന്നാണ് പറയുക. 4ാമത്തത് സ്പിൻഡിൽ, 5ാമത്തത് ഹാൻഡിൽ.
ഈ ഹാൻഡിൽ പിടിച്ച് കറക്കുന്നതിനനുസരിച്ച് ഈ സ്പിൻഡിൽ ഇങ്ങനെ കറങ്ങും. അതിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മൾ ഒരു ത്രെഡാണ് ഉണ്ടാവുക, സ്ക്രൂ മോഡൽ ത്രെഡാണ് ഇത്. ഈ ത്രെഡ് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ഇത് അങ്ങോട്ട് അടുക്കുകയും പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് ഇവിടെ വർക്ക് പീസിൻ്റെ സൈസിനനുസരിച്ച് ഇതിൻ്റെ ജോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ജോൻ്റെ എന്താണ് വെടുത്തിനനുസരിച്ചാണ് ഇതിൻ്റെ സൈസ് നമ്മൾ പറയുക എന്നുള്ളത് ഓർക്കുക. അടുത്ത പഞ്ചസ് 2 തരം പഞ്ച് നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് സെൻറ്റർ പഞ്ചാണ്. സെൻറ്റർ പഞ്ച് ഉപയോഗിക്കുന്നത് മാർക്കിംഗ് ആൻഡ് പഞ്ചിങ് പൈലറ്റ് ഹോൾസ് ഓൺ മെറ്റലിൽ എന്താണ് ഈ മാർക്ക് ഉണ്ടാക്കാൻ പഞ്ച് നമ്മൾ ഒരു ഹാമർ ഉപയോഗിച്ചിട്ട് അടിച്ചിട്ട് നമ്മളെന്താണ് ഒരു മെറ്റലിൻ്റെ പീസിൽ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പഞ്ച് കൊണ്ടൊരു മാർക്ക് അവിടെ ഉണ്ടാക്കണം. എന്നിട്ട് അവിടെ വെച്ചാൽ എന്ത് ചെയ്യും, ശരി കറക്റ്റായിട്ട് ഡ്രില്ല് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് തെന്നിപ്പോവും. അപ്പോൾ തെന്നി പോവാതിരിക്കാനും വേണ്ടി ഒരു മെറ്റൽ പീസിലൊരു മാർക്ക് ചെയ്യണം. ആ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് പഞ്ച്. ഒരു സെൻറ്റർ പഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റലിൻ്റെ മുകളിൽ ചെറിയ പൈലറ്റ് ചെറിയ ഹോളുകൾ പഞ്ചിങ് ആൻഡ് മാർക്കിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ പഞ്ചിങ്ങിന് വേണ്ടിയോ ചെയ്യുന്നതിനാണ് സെൻറ്റർ പഞ്ച് ഉപയോഗിക്കുന്നത്. സെൻറ്റർ പഞ്ചിൻ്റെ സൈസ് ഒന്ന് അതിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ ഡയമീറ്ററുമാണ് പറയുക. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ അതും പിന്നെ ഇതിൻ്റെ ഡയമീറ്ററും 100 mm × 8 mm അല്ലെങ്കിൽ 100 mm × 6 mm എന്ന് പറഞ്ഞാൽ 100 mm എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ലെങ്ത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ഡയമീറ്ററാണ് 6 mm അല്ലെങ്കിൽ 8 mm. ഇത് എന്താണ് ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സെൻറ്റർ പഞ്ചിൻ്റെ ആംഗിൾ ഓഫ് ടിപ്പ്. ഇവിടെ ഈ ടിപ്പിൻ്റെ ആംഗിൾ, ഈ ടിപ്പ് എന്ന് പറഞ്ഞതാണ് ടിപ്പിൻ്റെ ആംഗിളിൻ്റെ എന്താണ് ഈ ടിപ്പിൻ്റെ ആംഗിൾ എത്ര ഡിഗ്രിയിലാണെന്നുള്ളതാണ്. ആംഗിൾ ഓഫ് ദി ടിപ്പ് സെൻറ്റർ പഞ്ചിന് 90 ഡിഗ്രിയാണ്. സെൻറ്റർ പഞ്ചാണെങ്കിൽ 90 ഡിഗ്രിയാണ് ഇതിൻ്റെ ടിപ്പിൻ്റെ ആംഗിൾ ഉണ്ടാവുക, 90 ഡിഗ്രി. ഇനി ഇതുണ്ടാക്കിയിരിക്കുന്നത് ടൂൾ സ്റ്റീൽ കൊണ്ടാണ് പഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ എൻഡ് എന്താണ് ഹാർഡൻഡ് ആൻഡ് ടെമ്പറിങ്ങും ചെയ്തിരിക്കും. അത് നിങ്ങൾക്ക് ACDയിൽ എന്താണ് സയൻസിൽ പഠിക്കാണ്ട് ഹാർഡനിങ് എന്താണ് ടെമ്പറിങ് എന്നാണ്. ഇവിടെ ഹാർഡനിങ്ങും ടെമ്പറിങ്ങും ചെയ്തിരിക്കും. അടുത്ത പ്രിക്ക് പഞ്ചാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ എന്താണോ, ഒന്നാമത്തത് സെൻറ്റർ പഞ്ച് പറഞ്ഞു. ഇനി രണ്ടാമത്തത് അതിൽ എന്താണ് അത് ഉപയോഗിക്കുന്നത് എന്താണ്, ചെറിയ പൈലറ്റ് ഹോള് പഞ്ച് മാർക്കിങ്ങും മെറ്റലിൽ ചെറിയ പൈലറ്റ് ഹോളുകൾ പഞ്ചിങ്ങിനും മാർക്കിനും വേണ്ടി ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സൈസ് എന്താണ് ലെങ്ത് ആൻഡ് ഡയമീറ്റർ ഓഫ് ദി ബോഡിയാണ്. പിന്നെ ആംഗിൾ ഓഫ് ടിപ്പ് 90 ഡിഗ്രി ആയിക്കെന്ന് പറഞ്ഞു. ഇനി പ്രിക്ക് പഞ്ചാണെങ്കിൽ ഇതിൻ്റെ മാറ്റം എന്താണ്, ആംഗിൾ ഓഫ് ദ പ്രിക്ക് പഞ്ച് ഈസ് 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. ഇത് സെൻറ്റർ പഞ്ചാണെങ്കിൽ 90 ഡിഗ്രിയാണ്. ഇത് പ്രിക്ക് പഞ്ചാകുമ്പോൾ എന്താണ്, ഒന്ന് 30 ഡിഗ്രിയും ഒന്ന് 60 ഡിഗ്രിയാണ്. ഇനി 30 ഡിഗ്രി ഉള്ളത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ളത്, യൂസ്ഡ് ഫോർ മേക്കിംഗ് ലൈറ്റ് പഞ്ച് മാർക്ക് നീഡഡ് ടു പൊസിഷൻ ഡിവൈഡർ. നമ്മൾ ഡിവൈഡർ ഉപയോഗിക്കുമ്പോൾ അല്ല, നമ്മൾ അളക്കാനും വേണ്ടി ഡിവൈഡർ ഉപയോഗിക്കും. അപ്പോൾ തെന്നി പോവാതിരിക്കാൻ വേണ്ടി ഡിവൈഡർ വെക്കുമ്പോൾ എന്താണ് തെന്നി പോവാതിരിക്കാൻ വേണ്ടി എന്താണ് ലൈറ്റ് പഞ്ചിങ് മാർക്ക് അവിടെ വെക്കും ഉണ്ടാക്കാനും വേണ്ടി ആണ് പ്രിക്ക് പഞ്ചിൻ്റെ 30 ഡിഗ്രി ആംഗിളുള്ള പോയിൻ്റുള്ള സാധനം ഉപയോഗിക്കുന്നത്. ഈ ഡിവൈഡർ വിൽ ഗെറ്റ് പ്രോപ്പർ സീറ്റിംഗ് ഇൻ ദിസ് പഞ്ച് മാർക്കിൽ എന്ത് ചെയ്യും, ഡിവൈഡർ പ്രോപ്പറായിട്ട് സീറ്റ് ചെയ്ത് നിൽക്കാനും വേണ്ടിയാണ്. ഇനി 60 ഡിഗ്രി പഞ്ച് ഈ പ്രിക്ക് പഞ്ച് എന്നാണ് അതിന് പറയുക. 60 ഡിഗ്രി ഉള്ളത് എന്തിനാണ് ഉപയോഗിക്കണം എന്നുള്ളതാണ്, ഫോർ വിറ്റ്നസ് മാർക്ക്. നമുക്ക് ഈ തെളിവിന് നമ്മൾ എന്താണ് ചെറിയൊരു പഞ്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, അവിടെ ആ കാണാനും വേണ്ടി വിറ്റ്നസ്സിനും വേണ്ടി. വിറ്റ്നസ് മാർക്ക് ഷുഡ് നോട്ട് ബി വെരി ക്ലോസ്, വളരെ ലൈറ്റായിട്ട് അത് കാണുള്ളൂ. നമുക്ക് എന്താണ് കാണാനും വേണ്ടി വിറ്റ്നസ് മാർക്കിനും വേണ്ടിയാണ് 60 ഡിഗ്രി പഞ്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 തരം പഞ്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഒന്ന് സെൻറ്റർ പഞ്ചും രണ്ടാമത്തത് പ്രിക്ക് പഞ്ചും. അതാണ് നമ്മളെ മാറ്റം. അതിൻ്റെ ആംഗിൾ 90 ഡിഗ്രിയാണ് സെൻറ്റർ പഞ്ചാണെങ്കിൽ, മറ്റൊന്നാണ് 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രിയാണ്. 30 ഡിഗ്രി ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ള നമ്മൾ പറഞ്ഞു. എന്താണ് ഈ ചെറിയ പഞ്ച് ലൈറ്റ് പഞ്ചിങ് ഉണ്ടാക്കാനാണ്, ഡിവൈഡറൊക്കെ പൊസിഷൻ ചെയ്യാനും വേണ്ടി. 60 ഡിഗ്രിയാണ് വിറ്റ്നസ് മാർക്കിനാണ്. ഇനി റോൾ പ്ലഗ് ടൂൾ ആൻഡ് ബിറ്റ്. ഇത് എന്താണ് യൂസ്ഡ് അതിൻ്റെ ഉപയോഗം ചെറിയ ഇഷ്ടികമ്മൽ അതേപോലുള്ള കോൺക്രീറ്റ് വാളുമലൊക്കെ അല്ലെങ്കിൽ സീലിങ്ങുമലൊക്കെ ചെറിയ ഹോളുകൾ ഉണ്ടാക്കാനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. 2 ഭാഗമുണ്ട്. ഒന്ന് ടൂൾ ഹോൾഡർ ആൻഡ് ടൂൾ ബിറ്റും ടൂൾ ബിറ്റും ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈസ് പറയണത്
എന്താണ് ഇത് നമ്പർ അനുസരിച്ചാണ്, ടൂൾ ബിറ്റിൻ്റെ നമ്പർ അനുസരിച്ചാണ് ഇതിൻ്റെ സൈസ് പറയുക. ടൂൾ ബിറ്റിൻ്റെ നമ്പറിനനുസരിച്ചാണ്, ഓരോ ടൂൾ ബിറ്റിനും ഓരോ നമ്പർ ഉണ്ട്, ആ നമ്പറിനനുസരിച്ചാണ് ഇത് പറയുക. ഇത് നമ്പർ ഇൻക്രീസ് ചെയ്താൽ ഇപ്പോൾ 8, 10, 12 ഇങ്ങനെ നമ്പർ 12 ആണെങ്കിൽ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും, ഇതിൻ്റെ തിക്നെസ് ഓഫ് ബിറ്റ് ഡിക്രീസ്. ഇത് എന്താണ് ബിറ്റിൻ്റെ അല്ലെങ്കിൽ പ്ലഗ് ബിറ്റ് ഉപയോഗിക്കുന്നതനുസരിച്ചാണ് പ്ലഗ് ഉപയോഗിക്കുക. അപ്പോൾ ബിറ്റിൻ്റെ പിന്നെ നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ബിറ്റിൻ്റെ സൈസ് കുറയാണ് ചെയ്യുക, തിക്നെസ് കുറയും. അപ്പോൾ 12 എന്ന് പറഞ്ഞാൽ ഇത് ചെറുതായിരിക്കും, ഇത് പിന്നെ 8, 6 ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ സൈസ് കൂടുകയാണെങ്കിൽ അതിൻ്റെ തിക്നെസ് കുറയാണ് ചെയ്യുക എന്നുള്ളത് ഓർക്കുക. പിന്നെ 2 ഭാഗമാണുള്ളത്, ഒന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്താണ്, ഒന്ന് ടൂൾ ഹോൾഡറും ഒന്ന് ടൂൾ ബിറ്റും. ഈ ഹോൾഡറിൽ ടൂൾ ബിറ്റ് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഉപയോഗിക്കുന്നത് കോൺക്രീറ്റ് വാളുമലോ അല്ലെങ്കിൽ സീലിംഗ് മലോ അല്ലെങ്കിൽ ഇഷ്ടികമലോ ഒക്കെ ചെറിയ ഹോൾ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, മൈൽഡ് സ്റ്റീൽ കൊണ്ട്. ഇനി ജിംലെറ്റ് യൂസ് ചെയ്യുന്നത് എന്താണ്, വുഡൻ ആർട്ടിക്കിൾ, ഈ മരത്തുമല ചെറിയ ഹോളുകൾ ഉണ്ടാക്കാനും വേണ്ടിയാണ് ജിംലെറ്റ് ഉപയോഗിക്കുന്നത്. ചെറിയ ഹോളുകൾ ഉണ്ടാക്കാനും വേണ്ടിയാണ്. ഇറ്റ് ഹാസ് എ വുഡൻ ഹാൻഡിൽ ആൻഡ് എ ബോറിംഗ് സ്ക്രൂ എഡ്ജ്. ഒരു വുഡൻ ഹാൻഡിൽ ഉണ്ട്, പിന്നെ എന്താണ് സ്ക്രൂ എഡ്ജ്, ബോറിംഗ് സ്ക്രൂ എഡ്ജ് ഉണ്ട്, പിന്നെ ഇത് എന്താണ് ഷാങ്ക് എന്നാണ് ഇതിന് പറയുക. പിന്നെ ഫ്ലൂട്ട്, ഈ ഇങ്ങനെ ഉള്ള എന്താണ് നമ്മളിത് കണ്ടതായിരിക്കും എല്ലാവരും. അപ്പോൾ എന്താണ് ഇത് ഉപയോഗിക്കുന്നത് ചെറിയ ഹോളുകൾ, സ്മാൾ ഹോൾസ് ഓൺ വുഡൻ ആർട്ടിക്കിൾസ്. ഇതിൻ്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യണത് ഇറ്റ്സ് ഡയമീറ്റർ. ഇതിൻ്റെ ഡയമീറ്റർ 6 mm എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയമീറ്റർ 6 mm ആയിരിക്കും. ഇതിൻ്റെ ഡയമീറ്ററാണ് ഇതിൻ്റെ സൈസ് തീരുമാനിക്കുന്നത്. ഇനി ഫയലുകളാണ്. എന്തൊക്കെയാണ് ഫയലുകൾ? ദർ ആർ സ്പെസിഫൈഡ് ബൈ ദി നോമിനൽ ലെങ്ത്. ഇതിൻ്റെ സൈസ് നമ്മൾ പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഓൾ ലെങ്ത്ത്, ഫയലിൻ്റെ ലെങ്ത്ത് ഇവിടുന്ന് ഇവിടെ വരെയുള്ളതാണ് ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത് അതിനനുസരിച്ചാണ് 150 mm, 200 mm, ഇങ്ങനെ 300, 350 mm ഇങ്ങനെ പറയണത്. എന്താണ് ഇതിൻ്റെ ഓൾ ലെങ്ത്ത് അനുസരിച്ചാണ്. ഇവിടെ ഒരു ഷോൾഡർ, ടാങ്, ഈ ഉള്ളിലേക്ക് പോകുന്ന സാധനത്തിന് ടാങ് എന്നും ഇതിനെ ഷോൾഡർ എന്നും വേണം പറയാം. പിന്നെ എന്താണ് ഇത് എഡ്ജ്, ഈ ഭാഗത്തെ എഡ്ജ്, ഇത് സൈഡ്, ഇവിടെ പോയിൻ്റ്. അപ്പോൾ എന്താണ് 150, 200 mm എന്നൊക്കെ പറയുന്നത് എന്താണ് അതിൻ്റെ നോമിനൽ ലെങ്ത്തിൻ്റെ ലെങ്ത്താണ്. ലെങ്ത്ത് എവിടുന്ന് എവിടെ വരെ എന്നുള്ളത് ഈ ഷോൾഡർ മുതൽ എന്താണ് ഇവിടെ ഈ പോയിൻ്റ് വരെയുള്ളതാണ് ലെങ്ത്ത്. ഇത് ഉപയോഗിക്കുന്നത് എന്താണ്, റിമൂവ് ഫൈൻ ചിപ്സ് ഓഫ് മെറ്റീരിയൽ ഫ്രം മെറ്റലിൻ്റെ എന്താണ് ചിപ്പ് ചെയ്ത് കളയാൻ, ചെറിയ ഭാഗങ്ങളായിട്ട് ചിപ്പ് ചെയ്ത് ഒഴിവാക്കാനും വേണ്ടി. ഫൈൻ ചിപ്സ്, ചെറിയ ചിപ്പ് ചെയ്തിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കളയാനും വേണ്ടിയാണ്, പിന്നെ മെറ്റലിൻ്റെ ഭാഗങ്ങൾ കളയാനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ്. ഹാർഡൻഡ് എക്സെപ്റ്റ്സ് ദി ടാങ് അല്ലാത്തതൊക്കെ ഹാർഡൻ ചെയ്തിൻ്റെ ആയിരിക്കും. ടാങ് അല്ലാത്തതൊക്കെ ഹാർഡൻ ചെയ്തിരിക്കും. കാരണം എന്താണ്, മെറ്റൽ പിന്നെ ചിപ്പ് ചെയ്ത് കളയാനുള്ളതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ ഫയലുകൾ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ടീത്ത് ഡിസൈൻ ടു കട്ട് ഓൺലി ഇൻ ദി ഫോർവേഡ് സ്ട്രോക്ക്. നമ്മൾ നേരത്തെ പിന്നെ ഹാക്സോൻ്റെ പറഞ്ഞതുപോലെ എന്താണ്, ഹാക്സോ സെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു ഫോർവേഡ് മുന്നോട്ട് ഉന്തുന്ന സമയത്ത് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ടീത്തുകൾ എന്താണ്, കട്ട് ഓൺലി ദി ഫോർവേഡ് സ്ട്രോക്ക്, മുന്നോട്ട് ഉന്തുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും കട്ട് ചെയ്യുന്ന രീതിയിലാണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ നമ്പർ ഓഫ് ടീത്ത് വ്യത്യസ്തമായിരിക്കും ഓരോ ഫയലിനും. പിന്നെ എന്താണ്, ഈ ഡിഫറെൻറ്റ് ലെങ്ത് ആൻഡ് സെക്ഷനിൽ നമുക്ക് ഫയലുകൾ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ ഓരോന്നിനനുസരിച്ച് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ലെങ്ത്തിനനുസരിച്ച് മാറ്റമുണ്ട്. പിന്നെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ്, ഹാഫ് റൗണ്ട്, ട്രയാങ്കുലർ. ഇത് ഫ്ലാറ്റ് ആണെങ്കിൽ ചെറുത് എന്തായിരിക്കും, ഹാഫ് റൗണ്ട് ആയിരിക്കും, ചെറുത് സ്ക്വയർ റൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കും, ട്രയാങ്കുലർ. ഇങ്ങനെ സെക്ഷനുകളുടെ വ്യത്യാസമുണ്ട്. പിന്നെ ഗ്രേഡ് റഫ്, ബാസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത്. ഇതെന്താണ് സ്മൂത്ത് എന്നുള്ളത്, നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് സ്മൂത്ത് ആക്കാനും വേണ്ടി. റഫ് എന്ന് പറയുന്നത് ഫസ്റ്റിൽ ചിപ്പ് ചെയ്ത് കൂടുതൽ കളയാനുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ഗ്രേഡ് തിരിച്ചിട്ടുള്ള നമുക്ക് ഫയലുകൾ കിട്ടും. പിന്നെ കട്ടിനനുസരിച്ച് സിംഗിൾ കട്ട് ആൻഡ് ഡബിൾ കട്ട്. സിംഗിൾ കട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റൊന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡബിൾ കട്ട് എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തേക്കും, ഇങ്ങനെ ഇങ്ങോട്ടും ഉണ്ടാവും, നേരെ തിരിച്ചും ഉണ്ടാവും. ഡബിൾ കട്ട്, ഇങ്ങനെ പല തരത്തിലുള്ള ഫയലുകൾ നമുക്ക് ലഭ്യമാണ്.
ഇനി വ്യത്യസ്തമായൊരു ഫയലാണ് റാസ്പ് ഫയൽ. ഇതിനെ വുഡ് റാസ്പ് ഫയൽ എന്നും പറയും. ഇത് ഉപയോഗിക്കുന്നത് വുഡൻ ആർട്ടിക്കിളിൽ ഫയൽ ചെയ്യാനാണ്. നമ്മളെന്താണ് ഈ മരത്തിൻ്റെ സാധനങ്ങൾ ചിപ്പ് ചെയ്ത് കളയാനും വേണ്ടിയാണ് ഇത് റാസ്പ് ഫയൽ ഉപയോഗിക്കുന്നത്. മരം എന്താണ് ഫിനിഷിങ് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ആദ്യത്തിൽ മരം ആദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറേ കൂടുതൽ ചിപ്പ് ചെയ്ത് ഒഴിവാക്കാണ്ടെങ്കിൽ, നമ്മൾ വരുതി ഒഴിവാക്കാണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്നതാണ് റാസ്പ് ഫയൽ. എന്താണ് ഫിനിഷിങ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഫിനിഷ് ചെയ്യാനും വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഷേപ്പ് ഹാഫ് റൗണ്ട് ആയിരിക്കും. എപ്പോഴും ഓർത്ത് വെക്കുക, റാസ്പ് ഫയലിൻ്റെ ഷേപ്പ് ഹാഫ് റൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ഷാർപ്പ് കോയ സിംഗിൾ കട്ട് ടീത്ത്. ഇത് പരുക്കൻ പരുക്കൻ രീതിയിലായിരിക്കും ഇതിൻ്റെ ടീത്ത് ഉണ്ടാവുക. ഷാർപ്പായ പരുക്കൻ രീതിയിലുള്ള ടീത്തായിരിക്കും ഇതിനുണ്ടാവുക. അപ്പോൾ റാസ്പ് ഫയൽ ഉപയോഗിക്കുന്നത്, മറ്റതൊക്കെ നമ്മൾ ബാക്കിയുള്ള ഫയലുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മെറ്റലിലാണ് പറഞ്ഞ്, ഇത് റാസ്പ് ഫയൽ ഉപയോഗിക്കുന്നത് വുഡിലാണ് ഉപയോഗിക്കുക. എന്താണ് വുഡൻ ആർട്ടിക്കിൾസ് ഫയൽ ചെയ്ത് ഒഴിവാക്കാനും വേണ്ടി. അടുത്ത സ്ക്രൈബർ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് എ ഷാർപ്പ് പോയിൻറ്റഡ് സ്റ്റീൽ ടൂൾ മെയ്ഡ് ഫ്രം കാർബൺ ടൂൾ സ്റ്റീൽ. ഇത് എന്താണ് ഷാർപ്പായ, ഇവിടെ എന്താണ് കൂർപ്പുള്ള നല്ല കൂർത്ത പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ ടൂളാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് കാർബൺ ടൂൾ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാർബൺ ടൂൾ സ്റ്റീൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡബിൾ എൻഡ് സ്ക്രൈബർ, 2 എൻഡിലും ഉള്ളതുണ്ട്. പിന്നെന്താണ് പ്ലെയിൻ സ്ക്രൈബർ, ഒരു ഭാഗത്ത് മാത്രം ഉള്ളതും ഉണ്ട്, പ്ലെയിൻ എൻഡും. ഇത് നൾഡ് എന്നാണ് പറയുക. ഇവിടെ ഇങ്ങനെ നമ്മൾ പിടിക്കാൻ ഒരു എന്താണ് പിടിക്കാനുള്ളൊരു സ്ഥലം ഇങ്ങനെ എന്താണ് നമുക്കൊരു പരിപരുത്ത്, അതിന് നൾഡ് എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ഇത് ഉപയോഗിക്കുന്നത്, സ്ക്രൈബർ ഉപയോഗിക്കുന്നത് ഇത് 2 ടൈപ്പ് ഉണ്ട്, ഡബിൾ എൻഡും പ്ലെയിൻ സ്ക്രൈബ്. ഇത് ഉപയോഗിക്കുന്നത് സ്ക്രൈബിംഗ് ലൈൻ ഓൺ ദി മെറ്റൽ ബീയിങ് ലെയ്ഡ് ഔട്ട്. നമുക്കെന്താണ് ഒരു ലൈന് വരക്കാനും വേണ്ടി, നമുക്കിപ്പോൾ കട്ട് ചെയ്യണം. നമ്മൾ ഹാക്സോ ഉപയോഗിച്ച് ഒരു പീസ് കട്ട് ചെയ്യണമെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ആദ്യം ഇതുകൊണ്ട് സ്ക്രൈബർ കൊണ്ട് ഒരു ലൈൻ വരക്കും. അപ്പോൾ മെറ്റൽ പീസിൽ ഒരു എന്താണ് വര നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനും വേണ്ടി ലൈൻ ഇടാനും വേണ്ടി, സ്ക്രൈബിംഗ് ലൈൻ ഇടാനും വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ക്രൈബർ ഓർത്ത് വെക്കുക. പഞ്ച് സ്ക്രൈബർ ഇതൊക്കെ നമുക്ക് ഉപയോഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ലൈൻ വരക്കാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ ബ്രോഡോൾ ഓർ പോക്കർ, പേരൊക്കെ നല്ല പേരാണ്. പോക്കർ അല്ലെങ്കിൽ ബ്രോഡോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കുത്തുളി എന്ന് പറയും നമ്മൾ, അല്ലേ, കുത്തുളി എന്ന് പറയും. ബ്രോഡോളും പോക്കറും നമ്മൾ വ്യത്യാസം ഇവിടെ എന്താണ്, ഇത് റൗണ്ടിലായിരിക്കും പോക്കറാണെങ്കിൽ. ഇവിടെ ബ്രോഡോളാണെങ്കിൽ എന്താണ് ഈ കട്ടിങ് ഉണ്ടായിരിക്കും. നമ്മൾ ട്രയാങ്കുലറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബ്രോഡോളും പോക്കറും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ സാധാരണയിൽ രണ്ടിനും ഒരേ പേരാണ്, ഒന്നുകിൽ ബ്രോഡോൾ അല്ലെങ്കിൽ പോക്കർ എന്നുള്ള പേരാണ് പറയാറ്. അപ്പോൾ ഇത് പോക്കർ എന്നുള്ളത് റൗണ്ടിൽ, മറ്റേതാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതിൻ്റെ സൈസ് നമ്മൾ പറയണത് ലെങ്ത്തും ഡയമീറ്ററിനും അനുസരിച്ചായിരിക്കും. സൈസ് പറയണത് ലെങ്ത്തിനെയും ഡയമീറ്ററിനും അനുസരിച്ചായിരിക്കും. 150 mm × 6 mm. അതിൻ്റെ നീളം 150 mm ആയിരിക്കും. പിന്നെ ബ്ലേഡിൻ്റെ നീളം 150 mm. പിന്നെ എന്താണ് 6 mm ആയിരിക്കും അതിൻ്റെ ഡയമീറ്റർ. ഇതാണ് ഇറ്റ് ഈസ് ലോങ് ഷാർപ്പ് ടൂൾ യൂസ്ഡ് ഫോർ മേക്കിംഗ് പൈലറ്റ് ഹോൾ ഓൺ വുഡൻ ആർട്ടിക്കിൾസ് ടു ഫിക്സ് സ്ക്രൂ ഫിക്സ് ചെയ്യാനും വേണ്ടി ചെറിയ ഹോളുകൾ, പൈലറ്റ് ഹോളുകൾ വുഡൻ ആർട്ടിക്കിൾസിൽ ഉണ്ടാക്കാനും വേണ്ടിയാണ് നമ്മൾ പോക്കർ ഉപയോഗിക്കുന്നത്. പൈലറ്റ് ഹോള് വുഡൻ ആർട്ടിക്കിൾസിൽ എന്താണ് മരത്തിൽ ചെറിയ ഹോളുകൾ ഉണ്ടാക്കാൻ, സ്ക്രൂ ഫിക്സ് ചെയ്യാനും വേണ്ടി ചെറിയ ഹോളുകൾ ഉണ്ടാക്കാനും വേണ്ടിയാണ് നമ്മൾ പോക്കർ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത പിൻസർ, ആണി പറിക്കാനും വേണ്ടിയുള്ളതാണ്. എക്സ്ട്രാക്റ്റിംഗ് നെയിൽ ഫ്രം വുഡ്, എന്താണ് നമ്മളെ മരത്തിൽ നിന്നും എന്ത് ചെയ്യുക, ആണി പറിച്ചെടുക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് പിൻസർ. ഇതേപോലുള്ളൊരു സാധനം നമ്മൾ ക്ലോ ഹാമറിനെ പറ്റി പറഞ്ഞു. ഒരു ഹാമർ, അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു സാധനമല്ല, ക്ലോ ഹാമറിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ പിൻസർ എന്നുള്ളത് ഓർത്ത് വെക്കുക. യൂസ്ഡ് ഫോർ എക്സ്ട്രാക്റ്റിംഗ് നെയിൽസ് ഫ്രം വുഡിൽ നിന്നും ആണി പറിച്ചെടുക്കാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സൈസ് പറഞ്ഞതിൻ്റെ ലെങ്ത്തിനനുസരിച്ചാണ്. 100 mm, 150 mm ഇതിൻ്റെ വോൾ ലെങ്ത്താണ് സൈസ് പറയുക. പിൻസർ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ
ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന് ട്രൈ സ്ക്വയർ, ഫെർമർ ചിസൽ, ഹാൻഡ് സോ, പിന്നെ ടണൻ സോ, പിന്നെ എന്താണ് ബെഞ്ച് വൈസ്, പഞ്ച്, പ്രിക്ക് പഞ്ച്, പിന്നെ അതിൽ 2 പഞ്ച് ഉണ്ട്. അതിന് എന്താണ് സെൻറ്റർ പഞ്ച്, പ്രിക്ക് പഞ്ച്, പിന്നെ റോൾ പ്ലഗ് ടൂൾ ബിറ്റ്, പിന്നെ ജിംബ്ലറ്റ്, ഫയൽ, റാസ്പയൽ, പിൻസർ, സ്ക്രൈബർ. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേട്ട് മനസ്സിലാക്കി ഓർത്ത് വെക്കുക. ഇത് എപ്പോഴും പിന്നെ എന്താണ് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോവുകയാണെങ്കിൽ ഇതിങ്ങനെയൊക്കെയാണ് ഇത് നമുക്ക് വാങ്ങേണ്ടതെന്നും ഇതിൻ്റെ സൈസ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് കണക്കാക്കിയിരിക്കുന്നതെന്നും മനസ്സിലാക്കണം. പിന്നെ എക്സാമിന് കുറേ ചോദ്യങ്ങൾ ഇതിൽ നിന്നും ചോദിക്കാറുണ്ട്. അടുത്ത ക്ലാസ്സും ഇതിൻ്റെ 3-ാം ഭാഗം നമ്മൾ എന്താണ് ഇത് കുറച്ചും കൂടി എടുക്കാനുണ്ട്. 3-ാമതായിട്ട് നമ്മൾ അടുത്തതായിട്ട് ടൂൾസിൻ്റെ 3-ാം ഭാഗമാണ് അടുത്തത്. എല്ലാവർക്കും നന്ദി.